Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery Edavanna Edavannappara Arikod Manjeri Nilambur. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ എടവണ്ണയിൽ വയനാട് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് മുഖ്യമന്ത്രി എടവണ്ണയിൽ എത്തുന്നത്. നാളെ 6 മണിക്ക് എടവണ്ണ ജമാലങ്ങാടി പരിസരത്താണ് പരിപാടി നടക്കുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മന്ത്രിമാരായ AK ശശീന്ദ്രൻ, GR അനിൽ തുടങ്ങിയവരും മറ്റ് LDF നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് CPM വണ്ടൂർ ഏരിയ സെക്രട്ടറി B മുഹമ്മദ് റസാഖും എടവണ്ണ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK മുഹമ്മദ് അലിയും പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സഖാവ് സത്യൻ മൊകേരിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗത്തിൽ നാളെ വൈകുന്നേരം 6 മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എടവണ്ണയിൽ സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. എടവണ്ണ അരീക്കോട് റോഡിൽ ചെറിയ പാലത്തിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള വേദിയിലാണ് പരിപാടി നടക്കുന്നത്. ഈ നാട്ടിലെ ആനുകാലികമായ രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ചും ഈ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിയിട്ട UDF നേതൃത്വത്തിൻ്റെ വഞ്ചനാപരമായ രാഷ്ട്രീയത്തെക്കുറിച്ചുമെല്ലാം ഈ പൊതുയോഗത്തിൽ സഖാവ് സംസാരിക്കും. ആ പൊതുയോഗത്തിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും ആർദ്രമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി സഖാവ് T ശശീന്ദ്രൻ, അതേപോലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ തുടങ്ങിയ മന്ത്രിമാരും CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് A വിജയരാഘവനും സംസാരിക്കുന്നുണ്ട്. പൊതുസമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും നാളെ വൈകുന്നേരം 6 മണിക്ക് പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. UDFൻ്റെ നേതാവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ തൊട്ട് അടുത്ത് നടക്കാൻ പോകുന്ന റായ്ബറേലിയിലും നോമിനേഷൻ കൊടുക്കാൻ തയ്യാറായിട്ടാണ് ഇവിടെ ഈ വയനാട്ടിലേക്ക് വന്നത്. അങ്ങനെ അനാഥമാക്കപ്പെട്ടു എന്ന് മാത്രവുമല്ല, നാളിതുവരെ ജയിച്ചുപോയ ഒരു ജനപ്രതിനിധിയെ കൊണ്ട് സാധ്യമായ ഒരു വികസന പ്രവർത്തനവും നടപ്പാക്കാത്ത, വികസനത്തിൻ്റെ കാര്യത്തിൽ തൊട്ടപ്പുറത്തുള്ള മണ്ഡലങ്ങളിലേക്ക് കൊതിയോടെ നോക്കുന്ന ഒരവസ്ഥയാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചു. വയനാട്ടിലുണ്ടായ ദാരുണമായ ഉരുൾപൊട്ടലും അതിൻ്റെ ഭാഗമായി ഉണ്ടായുള്ള മനുഷ്യനാശം, കോടിക്കണക്കിന് ഉറുപ്പികയുടെ സ്വത്ത് നഷ്ടപ്പെട്ടു, നൂറുകണക്കിന് മനുഷ്യരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. വീടും നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി കേരളം സർക്കാരിനോടൊപ്പം ജനങ്ങളാകെ കൈകോർത്തുകൊണ്ട് നമുക്ക് അസാമാന്യമായ പാടവത്തോടുകൂടി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനായി. പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ചെയ്തു കൊടുത്തതുപോലെ ഈ കേരളത്തിലെ ഇത്തരമൊരു ദുരന്തത്തിൽ അകപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകാതിരുന്നിട്ടും അതിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ ഈ മണ്ഡലത്തിലെ വോട്ട് വാങ്ങി ജയിച്ചുപോയ ഒരു ജനപ്രതിനിധിയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery Edavanna Edavannappara Arikod Manjeri Nilambur. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.